ഹായ് ഓൾ വെൽക്കം ബാക്ക്. അസ്സലാമലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം കേട്ടോ. കുഞ്ഞു വീഡിയോ ആണ്, ഒട്ടും വറീഡ് ആവണ്ട. കാരണം നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൽ തയ്ച്ചെടുത്ത ഒരു കുട്ടി ഉടുപ്പിൻ്റെ നമ്മളെങ്ങനെയാണ് ഹൂക്ക് വെച്ച് കൊടുക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഇത് സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ്. കാരണം നമ്മുടെ കമൻസിൽ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് സിമ്പിളായിട്ട് ഹൂക്ക് വെക്കുന്നതെന്നുള്ളത്. ബ്ലൗസിനായിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രോക്കിലായിക്കോട്ടെ, നമ്മൾ ഏത് ഡ്രസ്സിനായിക്കോട്ടും ഇതുപോലുള്ള ഹൂക്ക് നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനുള്ള ഒരു ടിപ്സാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ടൂൾ ഇല്ലാന്നുണ്ടെങ്കിൽ മെഷീൻ സൂചി ഇല്ലേ, ആ ഒരു സൂചി ഇതിന് പകരം ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒരു ഹോള് അവിടെ ക്രിയേറ്റ് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ടൂൾ ഉള്ളത് കൊണ്ട് ഞാനത് ചെയ്യുന്നതെന്നുള്ളൂ കേട്ടോ. നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെയുള്ള ടൂളൊക്കെ നല്ല രീതിയിൽ യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിൽ ഇതുപോലൊരു ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഹോളിലൂടെ വേണം നമ്മൾ ഈ ഒരു ഹൂക്ക് വെച്ച് കൊടുക്കാനായിട്ട്. അതായത് ആ ഒരു ഹോളിൻ്റെ അകത്തൂടെ ഈ ഒരു ഹൂക്കിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഒന്ന് കയറ്റി കൊടുക്കുക കേട്ടോ. എങ്കിൽ ഫസ്റ്റിൽ നമുക്കത് അവിടെ ലോക്കായി കിട്ടും. നമ്മുടെ ക്ലോത്തുമായിട്ട് അതവിടെ ലോക്കായി കിട്ടും കേട്ടോ. സാധാരണ നമ്മൾ ബ്ലൗസിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫ്രണ്ട് പോർഷനിൽ തുന്നിയെടുക്കേണ്ട ആ ഒരു പണി ഒഴിഞ്ഞു കിട്ടും. നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് അത് അവിടെ കിടക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. ഒരു കാരണവശാലും നമുക്ക് ആ ഒരു ഹൂക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകാനൊന്നും ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ടൂള് വന്നിട്ട് ജസ്റ്റ് ഒരു 15 രൂപ എങ്ങാനാണ് ആ റേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ ചെറിയൊരു മൂർച്ചയുള്ളൊരു ഭാഗമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തയ്ച്ചെടുത്ത് എന്തെങ്കിലും ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ അഴിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ യൂസ്ഫുള്ളുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ താല്പര്യമുള്ള കൂട്ടുകാർ ഇതുപോലുള്ള ടൂൾസൊക്കെ ഒന്ന് വാങ്ങി വെക്കുന്നത് നല്ലതാണ്. നമ്മുടെ വീഡിയോയിൽ ലോങ് വീഡിയോൻ്റെ ഇടയിൽ ചില സമയങ്ങളിൽ കമൻസ് വരാറുണ്ട്, ഷോൾഡർ തയ്ക്കുന്നത് ഒന്നുകൂടെ ഒരു വീഡിയോ ചെയ്യാവോ, അല്ലെങ്കിൽ ഹൂക്ക് തുന്നി പിടിപ്പിക്കുന്ന ഒരു വീഡിയോ ഒന്നുകൂടെ ചെയ്യാവോ എന്നുള്ളത്. അപ്പോൾ വീണ്ടും വീണ്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനുള്ള ക്ലോത്ത് കിട്ടണം കേട്ടോ. അപ്പോൾ ക്ലോത്ത് കിട്ടിയാൽ മാത്രമേ വീണ്ടും നിങ്ങൾക്കായിട്ട് അത് ഞാൻ ചെയ്ത് കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ ചെയ്തേക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ചെയ്തെടുത്ത അതേ ഫ്രോക്കിൽ നമ്മളെങ്ങനെയാണ് ഹൂക്ക് വെച്ച് കൊടുക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ നമ്മൾ ആ ഹൂക്കിൻ്റെ താഴോട്ട് തുന്നി പിടിപ്പിക്കേണ്ടോ ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കറിയാം. ജസ്റ്റ് ഒരു ലോക്കിട്ട് തുന്നി കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു സൂചി ഇതുപോലെ ഒന്ന് തുന്നി അങ്ങ് എടുക്കുക, എന്നിട്ട് അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിനത്ര വലിയ റിസ്ക് ഉള്ള സംഭവമൊന്നുമില്ല. ടിപ്സ് എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു ക്ലോത്തിൻ്റെ ഇടയിലൂടെ നമ്മൾ സൂചിയോ അല്ലെങ്കിൽ ഇതുപോലുള്ള ടൂളോ കയറ്റി കൊടുത്തിട്ട് നമ്മൾ ഹൂക്ക് അതിന് ഇടയിൽ കയറ്റി കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ട്രിക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് മാത്രമല്ല, നമുക്കിതിൽ കൊളത്താനായിട്ടുള്ളൊരു സംഭവം കൂടി നമ്മൾ ചെയ്തെടുക്കുന്നില്ലേ, ആ ഒരു സംഭവം കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനത് കറക്റ്റായിട്ട് വീഡിയോസൊന്നും എടുത്തില്ല. അപ്പോൾ വീഡിയോയിൽ അത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ പറയാം എന്ന് കരുതി നിന്നതാണ്. പക്ഷേ അത്രമാത്രം ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻസിൽ എഴുതി അറിയിക്കുക. ഇനി മനസ്സിലായിട്ടില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അത് നല്ല രീതിയിലൊന്ന് പെർഫെക്റ്റ് ആയിട്ടൊന്ന് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഹൂക്ക് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യമേ ത്രെഡിലൊരു എൻഡ് പോർഷനിൽ ഒരു കെട്ടിട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മളെ ക്ലോത്തിലോട്ട് എവിടെയാണോ ഹൂക്ക് നമുക്ക് കൊളത്തിയിടേണ്ട ആ ഒരു സംഭവം വേണ്ടത് അത് കറക്റ്റായിട്ട് മെഷർ ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ അവിടെ ഒന്ന് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. തുന്നുക എന്ന് പറയുമ്പോൾ ഒരു റൗണ്ട് ഒന്ന് മുന്നോട്ടും പിറകോട്ടും ഇട്ട് വരിക, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് തുന്നിയെടുത്ത ആ ഒരു ത്രെഡിലാണ് നമ്മൾ പിന്നീട് ലോക്ക് പോലുള്ള അല്ലെങ്കിൽ ചെയിനായിട്ടുള്ള ഒരു തുന്നൽ നമ്മളവിടെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലൊന്ന് ഒറ്റ റൗണ്ട് തുന്നിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ത്രെഡിൽ സെയിം ത്രെഡ് ആയതുകൊണ്ട് ആ ഒരു ക്ലോത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതാണ് ഞാൻ തുന്നിയെടുത്ത ആ ഒരു ഭാഗം. എന്നിട്ട് നമ്മൾ ആ ഒരു ത്രെഡില്ലേ അതിനകത്തൂടെ നമ്മളൊന്ന് സൂചി കയറ്റി കൊടുത്ത് ത്രെഡിനകത്തൂടെ ഒന്ന് സൂചി എടുക്കുക കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ ത്രെഡിനകത്തൂടെ ഒന്ന് സൂചി എടുക്കുകയാണ്. കറക്റ്റായിട്ട് അങ്ങനെ വിഷ്വൽസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ആ ഒരു പ്രൊസീജിയറിൽ നിങ്ങൾ ചെയ്തുകൊണ്ട് ഇരിക്കുക, എങ്കിൽ നല്ല കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഒരു ത്രെഡ് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ കേട്ടോ ആ ഒരു ത്രെഡിൻ്റെ ഇടയിലൂടെ സൂചി കയറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ തുന്നുന്ന ആ ഒരു ത്രെഡിൻ്റെ ഇടയിലൂടെ നമുക്കതൊന്ന് കയറ്റിയെടുക്കുക. എന്നിട്ട് ഈ പ്രൊസീജിയർ തന്നെ ആ ഒരു ത്രെഡിൻ്റെ ലെങ്ത് കഴിയുന്നത് വരെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. സെയിം പൊസിഷനിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ആകുമ്പോൾ കറക്റ്റായിട്ട് അതവിടെ എന്താ പറയുക ലോക്കായിട്ട് കിടക്കുകയും ചെയ്യും. നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. സാധാരണ ബ്ലൗസിലൊക്കെ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഹൂക്കും ലോക്കൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും മനസ്സിലാവാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ
പ്ലീസ് ഒന്നുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ വലിയ രീതിയിലൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. റഫായിട്ട് പ്ലെയിൻ ക്ലോത്തിലൊന്ന് ചെയ്തെടുക്കാം, ഡ്രസ്സിൽ തന്നെ വേണമെന്നില്ല. അപ്പോൾ മനസ്സിലാവാത്ത കൂട്ടുകാർ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ മതി, നമുക്കതൊന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് നമ്മളിത് ചെയ്തെടുത്തേക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ക്ലോത്ത് തീരുന്നത് വരെ കണ്ടോ, ക്ലോത്ത് തീരുന്നത് വരെ നമ്മളതൊന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഓൾമോസ്റ്റ് നമ്മളിതിവിടെ ഹൂക്കിൻ്റെയും അതുപോലെ തന്നെ ലോക്കിൻ്റെയും സംഭവങ്ങളൊക്കെ തുന്നിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. താഴോട്ടേക്ക് നമ്മൾ ആ ഒരു സ്റ്റിച്ചിന് അല്ലെങ്കിൽ ആ ഒരു സൂചിയെ കൊണ്ടുപോവുക. എന്നിട്ട് അവിടെ നമുക്കൊന്ന് ചെറിയ രീതിയിലൊന്ന് ലോക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ് കേട്ടോ. എന്നാലും മനസ്സിലാവാത്ത കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു, അപ്പോൾ അവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോസിൽ ആരെങ്കിലും കൂട്ടുകാർ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഒരുപാട് കൂട്ടുകാർ ഡിഫറെൻറ്റ് ടൈപ്പിൽ കുട്ടികളുടെ ഫ്രോക്കിന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. വലിയവരുടെ ലോങ് ടോപ്പും അതുപോലെ തന്നെ റെഡി ടു വെയർ സാരിയും ഫിറ്റഡ് ബെഡ്ഷീറ്റും അങ്ങനെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള, നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള കുറേ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എനിക്ക് അത്യാവശ്യമായിട്ടും വേണം. അപ്പോൾ ഇനി ഞാൻ ചെയ്ത് കാണിക്കുന്നത് കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, എന്നാലും മനസ്സിലാവാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഷോൾഡർ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. ആദ്യമേ ക്ലോത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ലൈനിങ്ങിനോട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഷോൾഡർ മാത്രം ഒഴിവാക്കിയിട്ട് നെക്കും ആം ഹോളും മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതാ ഈ ഒരു രീതിയിൽ മറിച്ചങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ. ഇൻവിസിബിൾ ആയിട്ട് എങ്ങനെയാണ് ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നതെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ലെങ്ത്ത് കൂടിയത് കാരണം ചിലപ്പോൾ അവർ സ്കിപ്പ് അടിച്ചത് കൊണ്ടായിരിക്കാം കാണാതിരുന്നതും അല്ലെങ്കിൽ മനസ്സിലാവാതെ പോയത് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു സൈഡ് മാത്രമേ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്നുള്ളൂ. അതായത് ഫ്രണ്ട് പോർഷൻ മറിച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് പോർഷൻ മറിക്കാതെ അവിടെ കിടക്കുക. എന്നിട്ട് അതിനകത്തൂടെ ബാക്ക് പോർഷൻ്റെ അകത്തൂടെ നമ്മൾ മറിച്ചിട്ട് കൊടുത്ത ആ ഒരു ക്ലോത്തിനെ ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കയറ്റി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മെയിൻ ക്ലോത്ത്, അതായത് മുകളിലോട്ട് വരുന്ന ക്ലോത്ത് നല്ല വശം ഒരുപോലെ വെക്കുക. ലൈനിങ്ങിൻ്റെ പീസ് വരുന്നത് ലൈനിങ്ങും ഒരുപോലെ വരുന്ന രീതിയിൽ വേണം കയറ്റി കൊടുത്ത് ഷോൾഡർ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കാനായിട്ട് കേട്ടോ. ഇതിന് വലിയ രീതിയിൽ അറിയാനൊന്നും ഇല്ല, എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് അതങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കരുതണ്ട ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുള്ളതാണല്ലോ, വീണ്ടും എന്തിനാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോസിൽ കാണാത്ത കൂട്ടുകാരായിരിക്കാം ചിലപ്പോൾ നമുക്ക് കമൻസിൽ വന്നിട്ടുണ്ടായിരുന്നു ഷോൾഡറിൽ എങ്ങനെയാണ് നിങ്ങൾ അറ്റാച്ച് ചെയ്തതെന്നുള്ളത് ഒന്നും ഇവിടെ കാണിക്കാൻ പറ്റുമോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് വീണ്ടും കാണിച്ചേക്കുന്നത്. അപ്പം വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക. ചെറിയ രീതിയിലുള്ള ചെറിയൊരു കണ്ടൻറ്റ് ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. വീണ്ടും അടിപൊളി കിടുക്കാച്ചി ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസായിട്ട് വരാം. അപ്പം ഇതാ നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുള്ള ക്ലോത്ത് ഇനി എന്താണ് നമുക്ക് വേണ്ടത്, ഇതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഐ കാർഡിൽ ലിങ്ക് പോകുന്നുണ്ട് കേട്ടോ വീഡിയോയുടെ മുകളിൽ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.